Hello, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. ഓക്കെ, ഞാൻ ഒരു 10 മിനിറ്റ് സാറിന്റെ കടം വാങ്ങിച്ചിട്ട് കയറിയേക്കുന്നതാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, ക്വസ്റ്റ്യൻസ് തരാന്ന് ഫാർമസിയുടെ. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് വേഗം അങ്ങോട്ട് എഴുതിയെടുക്കുക. സാർ അത് കഴിയുമ്പോഴേക്കും സാറിന് ഞാൻ എന്റെ സീറ്റ് വഴി കൊടുക്കണം. അപ്പോ നമുക്ക് എന്താ പറയാ, അതുകൂടി ഇത് കഴിയുമ്പോഴാണ് നമ്മുടെ ആ ഒരു കാര്യം നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങളുടെ പോർഷൻസ് അതോടുകൂടി തന്നെ കവർ ആകും. നാളത്തോടുകൂടി നാളെ ശരണ്യ മിസ്സിന്റെ കൂടി എടുത്തു കഴിയുമ്പോൾ ഏകദേശം കംപ്ലീറ്റഡ് ആണ് ചാപ്റ്റേഴ്സ് ഒക്കെ. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എക്സാമിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരണങ്ങളൊക്കെ ചിലപ്പോ വന്നോ? ഇല്ല, വന്നിട്ടില്ല. വരും കേട്ടോ. ഇന്ന് തന്നെ മിക്കവാറും വരും. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് പ്രിപ്പയർഡ് ആകുക. ഓക്കെ, ഇന്ന് തന്നെ വരും, പേടിക്കണ്ട. അപ്പൊ ക്വസ്റ്റ്യൻസ് എഴുതാം, വേഗം എഴുതിക്കോ. ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്ററിലെയാണ്. അപ്പൊ ഈ എക്സാം വരുമോ? വരും. അപ്പൊ ഇല്ലേ, ഒരു കാര്യം ഒരു പറഞ്ഞേക്കട്ടെ, റെക്കോർഡഡ് ക്ലാസ് കാണുന്നവർക്ക് കൂടി വേണ്ടിയിട്ടാണ്. കാരണം ചിലപ്പോൾ ചിലർ ലൈവ് കാണാത്ത ആളുകളുണ്ടല്ലോ, അവർക്ക് സംശയം വരും എന്തുകൊണ്ടാ ഇംഗ്ലീഷിന്റെ ക്ലാസ് ആണല്ലോ പിന്നെ എന്താ മാഡം ഇവിടെ കയറിയിരിക്കണേന്ന്. അപ്പൊ എനിക്ക് എന്റെ ചാപ്റ്ററിന്റെ കുറച്ച് ഫാർമസി എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂടി തരാനായിട്ട് വേണ്ടിയിട്ട് മാത്രം ഒരു 10 മിനിറ്റ്സ് ഞാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാറിന്റെ ക്ലാസ് ആണ്, ഒറ്റ റെക്കോർഡിംഗ് ആയിരിക്കുള്ളൂ. അപ്പൊ ഇത് അതിന്റെ കൂടെ സാറിന്റെ ക്ലാസ്സിന്റെ മുമ്പിൽ തന്നെ ഈ ഒരു ഇത് ഉണ്ടായിരിക്കും. അല്ലാണ്ട് നീ ഇത് വേറൊരു റെക്കോർഡിംഗ് ആയിട്ടായിരിക്കില്ല തരാം, ഇതിന്റെ ഒപ്പമായിരിക്കും. അപ്പൊ അത് റെക്കോർഡഡ് ക്ലാസ് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡീറ്റെയിൽ പറഞ്ഞത്. ലൈവിൽ കയറുന്നവർക്ക് അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടാണ് പോയിരുന്നതും കഴിഞ്ഞ ദിവസങ്ങളിൽ. അതുകൊണ്ടാണ് ഒന്നുകൂടി നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ, റെക്കോർഡഡ് വീഡിയോസ് കാണുന്നവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതിനി സെപ്പറേറ്റ് വീഡിയോ ആയിട്ടൊന്നും വരില്ല. അത് ആലോചിച്ചിരിക്കാൻ വേണ്ട. ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ അവിടെ പോയിരുന്നൊന്നും ആരും അന്വേഷിക്കരുത്. ഇതിന്റെ ഒപ്പം തന്നെയായിരിക്കും, കാരണം ഒറ്റ റെക്കോർഡിംഗ് ആണ്. എഴുതിക്കോ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഡാഷ് ആർ accountable for ordering, ordering, quality test, sorting, storing ആണ് കേട്ടോ. sorting വിട്ട എന്നിട്ട് storing നോക്കാം. storing and security of medicines and drugs in hospitals ആൻസേഴ്സ് നിങ്ങൾ എഴുതി കണ്ടെത്തുക കേട്ടോ. ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ തരുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ. hospital pharmacy should keep liaison between liaison between dash. ഹോസ്പിറ്റൽ ഫാർമസിക്കാര് ഒരു റിലേഷൻ കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അത് ആരോടൊക്കെയാണെന്ന് അവിടെ പറയുന്നുണ്ട്, അതാണ് ചോദിച്ചേക്കുന്നത്. ഒന്നുകൂടെ പറയൂ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഹോസ്പിറ്റൽ ഫാർമസി ഷുഡ് കീപ് ലൈസൺ ലൈസൺ ബിറ്റ്വീൻ ഡാഷ്. ആരൊക്കെയോ തമ്മിലൊരു ബന്ധം വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഹോസ്പിറ്റൽ ഫാർമസിക്കാര്. അതാണ് ചോദിച്ചേക്കണേ. നെക്സ്റ്റ് വൺ, അടുത്തത്. ലൈസൺ ബിറ്റ്വീൻ ഡാഷ്. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. all dash should be in store store in a secured area
in a secured, SECCURED, secured area when they are not in use. When they are not in use. When they are not in use. Next one. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. Okay. Dash number of pharmacists. Dash number of pharmacists are required dash number of pharmacists are required for 500 beds. 500 beds. Dash number of pharmacists are required for 500 beds. Next one. അടുത്തത്. Eight pharmacists are required in a hospital. 8 pharmacists are required in a hospital up to dash beds. Up to dash beds. Next one. ഡാഷ് ബെഡ്സ് അല്ലേ? ബെഡ്. ആ, ഇത്രയും ബെഡുകൾക്ക് 8 ഫാർമസിസ്റ്റുകൾ വേണമെന്ന്. എത്ര എണ്ണത്തിനാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കി എഴുതാം. നെക്സ്റ്റ് വൺ. The qualification of chief pharmacist. The qualification of chief pharmacist is dash. Next one. In hospital pharmacy, postgraduate pharmacist, in hospital pharmacy, postgraduate pharmacist is required for dash. Required for dash. Next one. The chief pharmacist is dash of drug and therapeutic committee. Chief pharmacist is dash of drug and therapeutic committee. Next one. Dash is the chairman of drug and therapeutic committee. Dash is the chairman of drug and therapeutic committee. Dash is the chairman of drug and therapeutic committee. Next one. Dash should be followed. To thwart
THWART. Thwart. It means to prevent. തടയുക. Dash should be followed to thwart overstocking or theft. Overstocking or theft. Dash follow ചെയ്യണം. എന്ത് ഫോളോ ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എഴുതിയില്ലേ? Next one. In case of dash drugs, in case of dash drugs, comma, drugs should be used only after, in case of dash drugs, drugs should be only used after lab test. Drugs should be used only after lab test. ഏതൊരു മെഡിസിൻ ഡ്രഗ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത്തരം എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലാബ് ടെസ്റ്റ്. ഒന്നുകൂടെ പറയാം മേഡം. 11ാമത്തെ ക്വസ്റ്റ്യൻ 11 എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞതാണോ? ലാസ്റ്റ് പറഞ്ഞതാണോ? In case of any doubt of dash drugs should be used only after lab test. Drugs should be used only after lab test. Okay, next one. Expand EOQ. Expand ചെയ്യാനാണ്. Expand EOQ. Next one. The classification of drugs according to storage. Classification of drugs according to storage are dash. ഡ്രഗ്സിന്റെ ഒക്കെ പേര് ഏതൊക്കെ രീതിയിലാണോ സ്റ്റോർ ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഡ്രഗ്സിന് ഓരോ പേരുകളുണ്ട്. ആ പേരുകളാണ് 4ഉം പഠിച്ചു വെക്കണം. അപ്പൊ ചിലപ്പോ ഏതെങ്കിലും ഇതിനകത്ത് പെടാത്തതൊക്കെ വേറെയൊക്കെ കയറ്റിയൊക്കെ തരും നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാൻ. അപ്പൊ അത് അങ്ങനെ തന്നെ നന്നായിട്ട് പഠിച്ചു വെച്ചോ. ഡ്രഗ്സ് ആർ ക്ലാസിഫൈഡ്. ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് ആർ dash on the basis of storage. Next one. General drugs should be organized dash in the cabinet. ക്യാബിനറ്റില് ജനറൽ ഡ്രഗ്സ് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം പറയേണ്ട. അവിടെ സ്റ്റോർ ചെയ്യേണ്ടത് ഒരു പ്രത്യേക രീതിയിലാണ്. ഓർഗനൈസ്ഡ് dash in the cabinet. Next one. Give examples for narcotic drugs. Give example for narcotic drugs. Next one. Antibiotics, vitamins are examples for dash drugs. Vitamins, antibiotics are examples for dash drugs. Next one. Drugs like vaccines, hormones, etc. have to be stored, stored at dash.
എന്താ പറയാ ടെമ്പറേച്ചർ ലെവൽ പറയുന്നുണ്ട്. അതാണ് പറഞ്ഞേക്കണേ. സ്റ്റോർഡ് അറ്റ് ഡാഷ് ഇൻ ഡീപ് ഫ്രീസേഴ്സ്. ഡാഷ് ഇൻ ഡീപ് ഫ്രീസേഴ്സ്. നെക്സ്റ്റ് വൺ. ഏതാണ് ഇപ്പൊ പറഞ്ഞതാണോ? Drugs like vaccines, hormones, etc. have to be stored. Vaccines, hormones, etc. have to be stored at dash in deep freezers. At dash in deep freezers. Next one. Nurses. അടുത്ത question. ക്വസ്റ്റ്യൻ ലാസ്റ്റ് ആരെങ്കിലും ഇടും, കുഴപ്പമില്ല, പേടിക്കണ്ട. നഴ്സസ് ട്രാൻസ്ക്രൈബ് ദ പ്രിസ്ക്രിപ്ഷൻ. Nurses transcribe the prescription by electronic machines. By electronic machines onto the dash. Onto the dash. Onto the dash. And the next question. The problems faced by pharmacy services. Problems faced by pharmacy services include dash. Include dash. അപ്പൊ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നാണ്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്നൊക്കെ ക്വസ്റ്റ്യൻ വരാം. അതുകൊണ്ട് ആ എല്ലാ പ്രോബ്ലംസും നിങ്ങൾ എഴുതി വെക്കാം. 6 പ്രോബ്ലംസ് ഹോസ്പിറ്റൽ ഫാർമസി ഫേസ് ചെയ്യുന്നുണ്ട്. 6 കൃത്യമായ പേര് കുറച്ച് മാറ്റം വന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അതുപോലെയൊക്കെ തോന്നും. പക്ഷെ അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം അതിൽ പെടാത്തതായിരിക്കാം. അപ്പൊ അങ്ങനെ കേട്ടാ. അപ്പൊ എത്ര ക്വസ്റ്റ്യൻ ആയി എന്ന് പറഞ്ഞേ? 19. അത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ആൻസർ അതിന്റെ കൂടെ ഒക്കെ കണ്ടുപിടിച്ച് ഒരുമിച്ച് എല്ലാം പഠിച്ചൊക്കെ വെക്കുക കേട്ടാ. അപ്പൊ ഓക്കെ, ബൈ. അപ്പൊ പരീക്ഷയൊക്കെ ടൈം ടേബിൾ ഒക്കെ തരും, നിങ്ങളത് കേട്ടിട്ട് നോക്കാം. ഉറപ്പാണ് ഇന്ന് വരുമെന്ന്? എന്തോ ടൈം ടേബിൾ ഇന്ന് വരുമെന്ന് ഉറപ്പില്ലേ മാഡം? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Thank you, ma'am. Thank you, ma'am. Yes, good afternoon. Good afternoon, sir. Good afternoon. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. എന്ത് പറയുന്നു ബിനോയ്? ഒരു മിനിറ്റ്. എന്ത് പറയാ സാർ? തൃശ്ശൂർ ജില്ലയുടെ
തൃശ്ശൂർ ജില്ലയിലായിരുന്നില്ലേ പരീക്ഷ എഴുതിയത് LDC? എഴുതി സാർ. എങ്ങനെയുണ്ടായി പരീക്ഷ? കഴിഞ്ഞ ദിവസം എഴുതില്ലേ? പാടായിരുന്നു സാർ. ആ, എല്ലാരും പറയുന്നുണ്ടോ ഇങ്ങനെ ടഫായിരുന്നു പറയുന്നുണ്ട്. എത്ര എണ്ണം അറ്റംപ്റ്റ് ചെയ്തു? ഞാൻ മൊത്തം 60 സാർ. 60 ആണോ അല്ലേ? സാറ് ഇംഗ്ലീഷ് കുറച്ചൊക്കെ എഴുതാൻ പറ്റും. സാറ് പഠിപ്പിക്കേണ്ട ഒരു ഓർമ്മ വെച്ച് ഇംഗ്ലീഷൊക്കെ എന്തൊക്കെ ചോദിച്ചു. ശരി 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഗുഡ് ആഫ്റ്റർനൂൺ ഷഹന. പിന്നെ വേറെ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ ഈ തൃശ്ശൂർ ജില്ലയിലെ ടെസ്റ്റ് നമ്മുടെ ഗ്രൂപ്പില്? തൃശ്ശൂർ ടെസ്റ്റ് എഴുതി ആരുമില്ല അല്ലേ? ആ, സ്റ്റെഫിക്ക് ഉണ്ടായിരുന്നോ? ആ സാർ എനിക്കുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? കുഴപ്പമില്ല. കോച്ചിങ്ങിന് പോകണ്ടേ? ഇംഗ്ലീഷിന്റെ ഭാഗം വന്നപ്പോ ഭയങ്കര എളുപ്പമായിരുന്നു. അതെ, വെരി ഗുഡ്. കുറച്ച് കളി കിട്ടിയായിരുന്നു അല്ലേ? ജികെയും ഹിസ്റ്ററി എളുപ്പമുണ്ടായിരുന്നു. കോച്ചിങ് ക്ലാസ്സിൽ പോകണ്ടായിരുന്നോ? ഇല്ല, പോണ്ടായിരുന്നില്ല. കോച്ചിങ് ക്ലാസ്സിന് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നു സാർ. പക്ഷെ ഇപ്പൊ ഈ കോഴ്സ് വന്നപ്പം തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കും. ഓക്കെ 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 ഓക്കെ. ഒരു 55 മാർക്കെങ്കിലും കട്ട് ഓഫ് പ്രതീക്ഷിക്കണേന്നൊക്കെ അവിടെ പറഞ്ഞു കേൾക്കണത് സാർ. 55 കട്ട് ഓഫ്? 55 ഒരിക്കലും വരില്ല സാർ. 90 കട്ട് ഓഫ്. അത്രയും വരും? അത്രയും വരും ഉറപ്പ്. കാരണം തന്നെ ഇതിപ്പോ 3ാമത്തെ സ്റ്റേജ് പരീക്ഷയാണ്. ആദ്യത്തെ സ്റ്റേജിൽ നല്ലതായിട്ട് എളുപ്പം ഉണ്ടായിരുന്നു പിള്ളേർ പറയാനായിട്ട്. ആദ്യത്തെ സ്റ്റേജ് എളുപ്പം ഉണ്ടായിരുന്നു സാർ. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. പക്ഷെ രണ്ടും മൂന്നും സ്റ്റേജിൽ അടുത്ത് സാർ. ഏത് ജില്ലയിലാണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞത്? തിരുവനന്തപുരം. അത് എളുപ്പമുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ എളുപ്പമുണ്ടായിരുന്നു, ഞാൻ കണ്ടു. ഓക്കെ. 2ഉം 3ഉം ആണ് കടുത്തത് എക്സാം. ഓക്കെ. അപ്പൊ ആദ്യത്തെ പരീക്ഷ ഉറപ്പായിട്ട് 90 മാർക്കിന് മുകളിൽ വരും സാർ. കാരണം കുറെ പേര് എനിക്ക് 95 കിട്ടും 92 കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലേ, ഇപ്പൊ കഴിഞ്ഞ പരീക്ഷയില്ല തൃശ്ശൂരിന്റെ കഴിഞ്ഞത്? അത് തേർഡ് സ്റ്റേജ് സാർ. അത് തേർഡ് സ്റ്റേജ് എക്സാം ആണ്. അത് 55-60 അത് വരുള്ളൂ. കട്ട് ഓഫ് അത്ര ചാൻസ് കുറവാണ് സാർ. അത് നല്ല പോലെ വിളിക്കും മിക്കവാറും. അതെ. 55 വാങ്ങിച്ച ചിലപ്പോ ഞാൻ കയറുമായിരിക്കും വിളിച്ച. ഓക്കെ ഓക്കെ ഓക്കെ. 1/2 മാർക്കിന്റെ വ്യത്യാസം പറഞ്ഞാൽ തന്നെ 15 മാർക്കിന്റെ റാങ്കിന്റെ വ്യത്യാസം കാണിക്കും. താഴോട്ടോ റേക്കോ വ്യത്യാസം കാണിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അതൊന്നും പഠിക്കാനുണ്ടായി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ വളരെ ഒരു പ്രാവശ്യം ഏതൊരു പരീക്ഷക്ക് 7 മാർക്ക് 8 മാർക്കൊക്കെ കട്ട് ഓഫ് വന്നിട്ടുണ്ട്. അപ്പോ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട പരീക്ഷക്കായിരുന്നു. അപ്പോ അതൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല സ്റ്റാൻഡേർഡ് പരീക്ഷയായിരുന്നു. ആർക്കും പാസ്സാകാനായിട്ട് പറ്റിയില്ല. അടുത്ത വേറൊരു പരീക്ഷ വരാൻ പോണു സാർ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. അത് നോട്ടിഫിക്കേഷൻ പറഞ്ഞേ ഉള്ളൂ. അത് നല്ല പോസ്റ്റാണ്. വെരി ഗുഡ്. അത് നല്ല പോസ്റ്റാണ് സെക്രട്ടറി അസിസ്റ്റന്റ്. അത് കിട്ടുമെങ്കിൽ അവരെ ലക്കാണ്. കിട്ടുമെങ്കിലല്ല, അത് ശ്രമിക്കേ. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പഞ്ചായത്ത് സെക്രട്ടറിയോടെ കിടപ്പില്ലേ പഞ്ചായത്ത്. പിന്നെ വേറെ നല്ലൊരു പോസ്റ്റ് കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ വരാനില്ലേ? കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ. കേരള ബാങ്കില് അത് 160 ക്വസ്റ്റ്യൻ അല്ലേ സാർ? 160 ക്വസ്റ്റ്യൻ അല്ലേ അത്? അതിന് കട്ട് ഓഫ് ഇല്ലെന്നോ? 160 ക്വസ്റ്റ്യൻ. അത് പരീക്ഷ നടത്തിയിട്ടില്ല? നടന്നിട്ടില്ല. ഇനിയിപ്പോ അത് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആണ് സാർ. കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ബാങ്കിലെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ. അതല്ല. അതാണെങ്കിൽ മറ്റൊന്നെയാണ്. അതല്ല 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 ഇത് അസിസ്റ്റന്റ് മാനേജർ കേരള ബാങ്ക് എന്നും പറഞ്ഞിട്ട് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഈ ഒരു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് വന്നില്ലേ? അത് ബികോം ആയിരിക്കണോ സാർ പഠിക്കേണ്ടത്? ബികോം അല്ലല്ലോ, ഡിഗ്രി അല്ലേ പറഞ്ഞിരുന്നത്? ബികോം പാസ് ആവണമെന്ന് തോന്നുന്നു. സാധാ ഡിഗ്രി നമ്മളെ BSc പഠിച്ച ഡിഗ്രി പോരാന്ന് തോന്നുന്നു. അത് ബികോം വേണോ ബാങ്കിൽ കയറണമെങ്കിൽ? അല്ലെങ്കിൽ സംശയം അത് HDC വേണമെങ്കിലാണ്. HDC ബികോം വിത്ത് കോർപ്പറേഷൻ ഓർ HDC അല്ലെങ്കിൽ പ്രീ ഡിഗ്രി. അത് വേറെയാണ്. അത് കോപ്പറേറ്റീവ് ബാങ്കിന്റെ അത് വേറെയാണ്. കാരണം
എന്റെ മകളുടെ അയച്ചിട്ടുണ്ട്. അവള് BSc മാത്തമാറ്റിക്സ് ആണ് ആ പറയാൻ കാരണം. ഓക്കെ. അപ്പൊ ലെറ്റ് കം ബാക്ക്. കുറച്ച് സമയം നിഷ ടീച്ചർ എടുത്തതുകൊണ്ടാണ്. ഓക്കെ, ഇന്ന് എന്താണ് ഞാൻ പറയാനായിട്ട് ഏൽപ്പിച്ചിരുന്നത്? ഇത് നമുക്കൊരു 35 മിനിറ്റ് കൂടെ ഉള്ളൂ. ഓക്കെ സാർ, നമുക്ക് എക്സാം വരാറായി സാർ. ഇതിന്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഇന്ന് ടൈം ടേബിൾ ഒക്കെ ഒന്ന് പറയാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ എക്സാം അതെന്താ കുഴപ്പമില്ല, അത് ഇനി രണ്ടാഴ്ചയേ ഉള്ളൂ സാർ. നോ പ്രോബ്ലം. ഡേറ്റ് വന്നില്ല, പക്ഷെ ഓണത്തിന് മുമ്പ് നടക്കുമെന്ന് പറയണേ. ഓണം 17-ാം തീയതി അല്ലേ? ഓക്കെ എളുപ്പമല്ലേ? ബുദ്ധിമുട്ടൊന്നും. നോ ടെൻഷൻ, നോ നീഡ് ഓഫ് ടെൻഷൻ. യെസ്, നോ പ്രോബ്ലം. ഓക്കെ, ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് ഇംഗ്ലീഷ് നമുക്ക് തകർത്ത് എഴുതാന്നേ. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഒക്കെ ഉള്ള കുട്ടികളല്ലേ, അപ്പം ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ശരിയാണ് സാർ. സാറ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇന്ന് PSCക്ക് 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചു. ഞാൻ അത് ശരിയാക്കി. ഏത് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്? മറ്റേ പുട്ട് ഓഫ് ഒക്കെ ചേർത്ത് എഴുതാൻ സാർ പഠിപ്പിച്ചില്ലേ, അത് ചോദിച്ചു. അത് വെർബൽ ഫ്രേസ് വെർബൽ ഒക്കെ അല്ലേ? ചോദിച്ചു സാർ. ഓക്കെ. ഇംഗ്ലീഷ് അല്ലെങ്കിൽ എളുപ്പമായിരിക്കും പരീക്ഷ, വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാറില്ല. യെസ്. അപ്പൊ ഇന്ന് കുറച്ച് പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആരെങ്കിലുമൊക്കെ ഈ ഫിലിം റിവ്യൂല് ബാലൻസ് നിൽക്കുന്ന ആൾക്കാർക്ക് പറയാനായിട്ടൊരു അവസരം കൊടുത്തിരുന്നല്ലോ. ഓർമ്മയില്ലേ? ഇനി ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാനായിട്ട്. യെസ്, കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? ബിനോയ്, കേൾക്കാം സാർ. പിന്നെ ആരും റിയാക്ട് ചെയ്തില്ലേ? അപ്പൊ എന്റെ വലിയ വെച്ച് കേൾക്കുന്നില്ലെന്ന്. ഓക്കെ. അഞ്ജന മനോജ്, ശരിയാണ്. ഞാൻ പറഞ്ഞു സാർ കഴിഞ്ഞതില്. ഏ ഞാൻ പറഞ്ഞു സാറിന്റെ അടുത്ത് കഴിഞ്ഞതില്. ഓക്കെ പറഞ്ഞോ, ശരിയാണ്. യെസ്. ഇനി ആർക്കെങ്കിലും പറയാൻ താല്പര്യമുള്ളവർ ആരുള്ള? എനിബഡി ഹു ഈസ് റെഡി ടു സ്പീക്ക്? ദ ഫേവറേറ്റ് ഫിലിം, the film that you like the most? Arula. Yes. എന്നാ പിന്നെ നമുക്ക് പാസീവ് വോയിസിനെ കുറിച്ച് പറയാം. യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസിനെ കുറിച്ചാണ്. സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ സൂചിപ്പിച്ചത്, ആദ്യം ഓബ്ജക്റ്റ് എഴുതുന്നു, ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുന്നു, ഓബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേറെ എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നു. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത് സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസിനെ കുറിച്ച്. അപ്പൊ ഇതിൻ്റെ അകത്ത് വളരെ എളുപ്പമുള്ള വാചകങ്ങളൊക്കെ നിങ്ങളന്ന് ചെയ്തു പാസീവ് വോയിസിൽ, എളുപ്പമുള്ളതൊക്കെ. അപ്പൊ ഞാൻ അതിൻ്റെ അകത്ത് ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നില്ല, എന്നിരുന്നാലും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ 1-2 വാചകങ്ങൾ ഞാൻ പറയാം. അപ്പൊ അതിനു മുമ്പ് നിങ്ങളത് റിവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് പഴയതിൽ നിന്ന് ഒരു എളുപ്പമുള്ള വാചകം ആദ്യം പറയുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് പോകാം. യെസ്. ഒരു വാചകം എഴുതും. I loved, LOVED, I loved my children. I loved my children. CHILDREN. I loved my children. ഞാൻ എൻ്റെ കുട്ടികളെ സ്നേഹിച്ചു. I loved my children. അതിന്റെ പാസീവ് വോയിസ് എന്ന് എഴുതി. ഇതിന്റെ പാസീവ് വോയിസ് ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുക. ഓബ്ജക്റ്റ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടി എന്താണ്? മൈ ചിൽഡ്രൻ, എൻ്റെ കുട്ടികൾ. പിന്നെ
വാസ് അല്ലെങ്കിൽ വേറെ ചേർക്കുക, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. യെസ്, യെസ് ജോബി മോൾ. ഒബ്ജക്റ്റ് ആദ്യം എഴുതുന്നു, വാസ് അല്ലെങ്കിൽ വേറെ, വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ഇതെല്ലാവരും ബിലവനെ. യെസ്, ഷഹാൻ എഴുതിയിട്ടുണ്ട്, മൈ ചിൽഡ്രൻസ് വെർ ലവ്ഡ് ബൈ മീ. ഓക്കെ, ശരിയാണ്. ആ ചിൽഡ്രൻസ് എന്നുള്ളതിന്റെ അപ്പോസ്ട്രോഫീസ് വേണ്ട. ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടി എന്നാണ്. അപ്പൊ ചൈൽഡ് കുട്ടികൾ എന്നാകുമ്പോൾ ചിൽഡ്രൻ മതി. സ്റ്റെഫി, ഓക്കെ. ചിൽഡ്രൻ വെർ ലവ്ഡ് ബൈ മീ. ഓക്കെ സ്റ്റെഫി, ചിൽഡ്രൻ വെർ ലവ്ഡ് ബൈ മീ. ചൈൽഡ് എന്നുള്ളതിന്റെ പ്ലൂറൽ ചിൽഡ്രൻ ആണ്. പിന്നെ നമുക്ക് എസ് വേണ്ട, ചിൽഡ്രൻ മാത്രം മതി. ചിൽഡ്രൻ. അഞ്ജന, ചിൽഡ്രൻ വെർ ലവ്ഡ് ബൈ മീ. ശരിയാണ്. ഇനി ആരെങ്കിലും? യെസ്, ഷാൻഡി മോൾ, മൈ ചിൽഡ്രൻ വെർ ലവ്ഡ് ബൈ മീ. മൈ ചിൽഡ്രൻ വെർ ലവ്ഡ് ബൈ മീ. ജോബി മോൾ, ഓക്കെ. സൂര്യ, ചിൽഡ്രൻ വെർ ലവ്ഡ് ബൈ മീ. ഓക്കെ, ഓക്കെ, ശരിയാണ്. അപ്പൊ ഞാനത് ഒരു എണ്ണം ഒരു സാമ്പിൾ പോലെ പറഞ്ഞത്, നിങ്ങൾ നേരത്തെ പഠിച്ചത് അത് മറന്നു പോയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ സിമ്പിൾ പാസ്റ്റ് തന്നെ കുറച്ചും കൂടി ഇന്ന് ആലോചിച്ച് ചെയ്യുന്ന കുറച്ച് വാചകങ്ങൾ പറയാം. എഴുതിക്കോ. ഒന്നാമത്തത്, ദേ THEY, they did not receive, RECEIVE, receive the person. They did not receive the parcel, PARCEL, parcel. They did not receive the parcel, PARCEL, parcel. Okay. പാസീവ് വോയിസ് ആക്കുമ്പോൾ ആദ്യം ഒബ്ജക്റ്റ് നോക്കുക. അവര് പാഴ്സല് സ്വീകരിച്ചിട്ടില്ല. എന്ത് സ്വീകരിച്ചിട്ടില്ല? പാഴ്സല്. ഓക്കെ, യെസ്. ഷഹാന, ഓക്കെ. സ്റ്റെഫി, ഓക്കെ.
അഞ്ജന ഓക്കെ, ഫെമി ഓക്കെ, സൂര്യ ഓക്കെ, ഓക്കെ ഓക്കെ ഓക്കെ. ആ അതെ, ഓക്കെ 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 ഓക്കെ. എന്നാ ആദ്യം പറയണ്ടേ ഷെഫി? അപ്പൊ നമുക്ക് ദേ ഡിഡ് നോട്ട് റിസീവ് ദ പാഴ്സൽ എന്നുള്ളതിന്റെ ആൻസർ ദ പാഴ്സൽ വാസ് നോട്ട് റിസീവ്ഡ് ബൈ ദം. ഈ അടുത്ത സെന്റൻസ് പറഞ്ഞിട്ടാന്ന് നോക്കണേ. ഡിഡ് യു, അടുത്ത സെന്റൻസ്, ഡിഡ് യു ബിലീവ് ദം? BELIEVE. ഡിഡ് യു ബിലീവ്? BELIEVE. ബിലീവ് ദം. THE. ഡിഡ് യു ബിലീവ് ദം? നിങ്ങൾ അവരെ പറഞ്ഞതാണ്. ഓക്കെ 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 ഓക്കെ. ശരി 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 ശരി. അത് എഴുതണ്ട, ഒരെണ്ണം കൂടി നോക്കിയാണ്. ഡിഡിൻഡ്, DIDN അപ്പോസ്ട്രോഫി T. ഡിഡിൻഡ്, ഡിഡിൻഡ് എനിബഡി, ANYBODY. എനിബഡി give, GIVE, give the food, FOOD, food. Didn't, DIDN apostrophe T. Didn't anybody give the food, FOOD, food. അപ്പൊ ഇതിനകത്ത് നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ തന്നിരിക്കുന്ന വാചകങ്ങൾ ഒന്നില്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഇത് രണ്ടും കൂടിയാണ്, ക്വസ്റ്റ്യനുമാണ് അതിനോടൊപ്പം തന്നെ നെഗറ്റീവും കൂടിയാണ്. ഓക്കെ, ഇതൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കി. ഷാൻഡിമോൾ മുഴുവൻ വന്നിട്ടില്ല. ചെറിയ മിസ്റ്റേക്ക്. ആ ചോദ്യം ആയില്ലല്ലോ സ്റ്റെഫി. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് ആയത് നെഗറ്റീവായി. നെഗറ്റീവ് ആയിരിക്കണം, അതിനോടൊപ്പം തന്നെ ചോദ്യവും ആയിരിക്കണം. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആവും. ഷാൻഡിമോൾ DFO മാത്രമേ ഇതിനകത്ത് കാണുന്നുള്ളൂ. Didn't anybody give the food? ആരെങ്കിലും ഭക്ഷണം. ഓക്കെ 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 ഷാൻഡിമോൾ. യെസ്. അപ്പോ ഒരു ചെറിയ മിസ്റ്റേക്ക് ജോബി ഉള്ളത്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചെയ്തിരിക്കുന്ന മിസ്റ്റേക്ക്. ഗേവ് പാസ്റ്റൻസ് ആയിപ്പോയി. കറക്റ്റ് ആണ്, ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. ഷഹന ഒരു ചെറിയൊരു മിസ്റ്റേക്ക് തുടക്കത്തിലുണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്യും. യെസ്. ഓക്കെ സൂര്യ, കറക്റ്റ്.
യെസ്. ഇനി 1-2 പേര് കറക്റ്റ് ചെയ്തു. ഇനി ആർക്കെങ്കിലും? ജോബി മോളൊക്കെ വാസിന്റെ കൂടെ നോട്ട്. അപ്പൊ അതൊന്ന് ഒരുമിച്ച് എഴുതുന്ന എന്ത് വരും? അതൊന്ന് ഒരുമിച്ച് എഴുതി കഴിഞ്ഞാല് കറക്റ്റായി. കാരണം ചോദ്യത്തിൽ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഉത്തരത്തിലും അതേ രീതിയിലാക്കാം. ഡിഡ് നോട്ട് ആയിരുന്നില്ല, ഡിഡിന്റ് എന്നായിരുന്നു. യെസ്, ഷഹാന കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ആൻസറിലോട്ട് വരാം. നോക്കി, ഡിഡന്റ് എനിബഡി ഗീവ് ദ ഫുഡ്. അപ്പൊ നമുക്ക് ആരെങ്കിലും അവന് ഫുഡ് കൊടുത്തില്ലേ? അപ്പൊ എന്ത് കൊടുത്തില്ലേ? ഫുഡ്. ഫുഡ് ഒബ്ജക്റ്റ് ആണ്, ഫുഡ് നമ്മൾ എടുത്തു. പിന്നെ അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അത് വെർബ് എന്താണ്? ഗിവ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗിവൺ ആണ്. ഗിവ്, ഗേവ്, ഗിവൺ. ഇനി തുടക്കം നോക്കിയാൽ ഡിഡിന്റ് എന്നായിരുന്നു. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം? വാസിൻഡ് എന്നാക്കാം. വാസിൻഡ് ദ ഫുഡ് ഗിവൺ ബൈ എനിബഡി. അപ്പൊ ഡിഡിന്റെ ആയതുകൊണ്ട് നേരത്തെ നമ്മൾ ഡിഡ് വന്നപ്പോ വാസ് അല്ലെങ്കിൽ വേറെ ആദ്യം പറഞ്ഞു. ഡിഡിന്റെ ആയതുകൊണ്ട് ഒന്നില്ലെങ്കിലും വാസിന്റെ അല്ലെങ്കിൽ വേറിന്റെ ആദ്യം പറയാം. അപ്പൊ വാസിൻ ദ ഫുഡ് ഗിവൺ ബൈ എനിബഡി കറക്റ്റ് ആണ്. ഇനി പറഞ്ഞു കൂടി ഇതേപോലെ കേട്ടോ. ഡിഡിന്റ് DIDNT ഡിഡിന്റ് എനിബഡി iron പറഞ്ഞതാ സർ, ഹലോ, ഇത് പറഞ്ഞതാ. ഇത് പറഞ്ഞതാണ്. ഓക്കെ റെഡി. ഓക്കെ അത് എഴുതണ്ട. ഓക്കെ. ഇനി അപ്പൊ നമുക്ക് ഈ ഒരു സംഗതി വിട്ടിട്ട് സിമ്പിൾ ഫ്യൂച്ചറിലേക്ക് ഒന്ന് കിടക്കാം. സിമ്പിൾ ഫ്യൂച്ചറിലേക്ക്. ഓക്കെ, അപ്പൊ സിമ്പിൾ ഫ്യൂച്ചറിന്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞതാണ്. സബ്ജക്ട്. അപ്പൊ ഇനി ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയിട്ടാണ്. അപ്പൊ നമ്മൾ സിമ്പിൾ പ്രസന്റ് പാസീവ് വോയിസ് എഴുതേണ്ട രീതി പറഞ്ഞു. സിമ്പിൾ പാസ്റ്റ് പാസീവ് വോയിസ് എഴുതേണ്ട രീതി പറഞ്ഞു. ഓക്കെ, അപ്പൊ സിമ്പിൾ പ്രസന്റ് പാസീവ് വോയിസ് എഴുതുമ്പോൾ ആദ്യം ഓബ്ജക്റ്റ് എഴുതുന്നു, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതുന്നു, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നു. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ആദ്യം ഓബ്ജക്റ്റ് എഴുതുന്നു, വാസ് അല്ലെങ്കിൽ വേറെ എഴുതുന്നു, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് സിമ്പിൾ ഫ്യൂച്ചറിന്റെയാണ്. സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസ് നമ്മൾ എങ്ങനെ എഴുതുക എന്നുള്ളത്. അപ്പൊ ഒരു വാചകം സിമ്പിൾ ഫ്യൂച്ചർ ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? തന്നിരിക്കുന്ന വാചകത്തിന് സബ്ജക്റ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞതിന് ശേഷം വിൽ അല്ലെങ്കിൽ ഷാൽ ഉണ്ടാവും, അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ആയിരിക്കും. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റ് ടെൻസും ആണെങ്കിൽ നമുക്കറിയാം അത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അങ്ങനെയുള്ള ഒരു സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസ് എങ്ങനെയാണ് എഴുതേണ്ടത് നമുക്ക് നോക്കാം. അപ്പൊ തന്നിരിക്കുന്ന വാചകം സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഞാൻ എക്സാമ്പിളിലൂടെ എഴുതാം. ഹി വിൽ ടേക്ക് ബുക്സ്. ഹി വിൽ ടേക്ക് ബുക്സ്. അവൻ പുസ്തകം എടുക്കും. ഹി വിൽ ടേക്ക് ബുക്സ്. ഇതാണ് വാചകം. ഇത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. നമുക്ക് എങ്ങനെ മനസ്സിലായി? സബ്ജക്റ്റ് ഹി ആണ്, വിൽ അല്ലെങ്കിൽ ഷാലില് വില്ലുണ്ട്, ടേക്ക് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. അപ്പൊ നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ ആണ് മനസ്സിലായി. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ ആയ വാചകത്തെ പാസീവ് വോയിസ് ആക്കുമ്പോൾ നേരത്തെ പറഞ്ഞത് ആദ്യം ഓബ്ജക്റ്റ് എഴുതണം. ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിച്ചിട്ട് ഓബ്ജക്റ്റ് ആദ്യം എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷം വില്ല് അല്ലെങ്കിൽ ഷാല്. ഓബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വില്ല് ഓർ ഷാല്. അതും കഴിഞ്ഞതിന് ശേഷം ബി എന്ന് പറയുന്ന വെർബ് ബി. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ
പാസ്റ്റ് പാർട്ടിസിപ്പിൾ, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഒന്നുകൂടി പറയാം. ആദ്യം ഒബ്ജക്റ്റ് എഴുതുന്നു, അതിനുശേഷം വില്ലോ ഓർ ഷാൽ എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ബി എന്ന് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നു. ഇതാണ് ക്രമം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വാചകത്തെ എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നോക്കി. ആദ്യം ഹി വിൽ ടേക്ക് ബുക്സ് എന്നല്ലേ നമ്മൾ പറഞ്ഞേ. അവൻ ബുക്ക് എടുക്കും. എന്തെടുക്കും? ബുക്ക് എടുക്കും. അപ്പൊ ബുക്സ് നമ്മൾ ആദ്യം എഴുതി. ബുക്സ്, വിൽ അല്ലെങ്കിൽ ഷാല്, വിൽ എഴുതി. ബി, ബുക്സ് വിൽ ബി. ടേക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടേക്കൻ. ടേക്ക്, ടുക്ക് ടേക്കൻ ആണ്. ടേക്ക് പ്രസന്റ് ടെൻസ്, ടുക്ക് പാസ്റ്റ് ടെൻസ്, ടേക്കൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോ ദ ബുക്ക് വിൽ ബി ടേക്കൻ ബൈ ഹിം. ഇതാണ് അതിന്റെ പാസീവ് വോയിസിന്റെ രീതി. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുന്നു, ഓബ്ജക്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ബി എന്ന് ചേർക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നു. ഇങ്ങനെ എഴുതുമ്പോൾ സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ അതിന്റെ ഹെഡിങ് എഴുതുക. പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ ഫ്യൂച്ചർ. PASSIVE, പാസീവ് വോയിസ്. VOICE, വോയിസ് ഓഫ് സിമ്പിൾ ഫ്യൂച്ചർ. SIMPLE, സിമ്പിൾ ഫ്യൂച്ചർ. FUTURE. ഒന്നുകൂടി പറയാം. പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ ഫ്യൂച്ചർ. പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസ്. യെസ്. അതിന് താഴെ എഴുതുക ഒബ്ജക്റ്റ്, OBJECT, ഒബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ. വില്ല് എഴുതിയിട്ട് ഒരു സ്ലാഷ് വരച്ചിട്ട് ഷാൽ ഇടുക. വിൽ ഓർ ഷാൽ പ്ലസ് ബി, ബി പ്ലസ് വെർബ്. വി എന്നിടുക. വെർബ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം വി എന്നിടുക. വെർബ് ബ്രാക്കറ്റിൽ PP, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞ ചുരുക്കം PP എന്നിടുക. പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ഓബ്ജക്റ്റ്, വിൽ അല്ലെങ്കിൽ ഷാല്, ബി, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസ് ആണ്. ഒബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് രണ്ട് എക്സസൈസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അത് കറക്റ്റ് ആവും. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്യാം. എളുപ്പമുള്ള ഒന്ന് രണ്ടെണ്ണം പറയാം. ആദ്യം ഒന്നാമത്തേത്. somebody, SOMEBODY, somebody will buy, BUY, will buy this car, THIS, this car, 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 very soon. ഒന്നുകൂടി പറയാം. somebody will buy this car very soon. ആരെങ്കിലും ഉടൻ തന്നെ ഈ കാറ് വാങ്ങും. ഓക്കെ, ഓബ്ജക്റ്റ് ആദ്യം കണ്ടുപിടിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം വിൽ അല്ലെങ്കിൽ ഷാൽ ചേർക്കുക, ബി ചേർക്കുക, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. ബാക്കിയുള്ളതൊക്കെ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച എഴുതിയ അതേ നിയമങ്ങൾ തന്നെ. ഓക്കെ. എന്തിനാ വിഷമിക്കണേ?
വെരി ഗുഡ്. അപ്പൊ അതിനകത്ത് സ്റ്റെഫി ഒരു വാക്ക് വിട്ടുപോയി, വെരി സൂൺ എന്നുള്ള വാക്ക് വിട്ടുപോയി, അവിടെ ചേർത്തല്ലേ. അപ്പൊ ആ സൂര്യ ആ ബൈ സംബടി എന്നുള്ള ലാസ്റ്റ് ഇട്ടാ മതി. ഓക്കെ. യെസ്, അടുത്ത ആള്. ഓക്കെ ഷഹാന. ഓക്കെ ബിനോയ്. ബൈ സംബടി എന്നുള്ളത് ലാസ്റ്റ് ഇട്ടാ മതി ബിനോയ്. യെസ്, ആൻസർ ഞാൻ വായിക്കാം. ജോബി മോൾ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ആൻസർ ഞാൻ വായിക്കാം. സംബടി ഫെമി. ഓക്കെ ഫെമി. ഓക്കെ 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 ഓക്കെ, ശരിയാണ്. സംബടി വിൽ ബൈ ദിസ് കാർ വെരി സൂൺ. എന്ത് വാങ്ങും? ദിസ് കാർ. അപ്പൊ ദിസ് കാർ എന്നുള്ളത് ഒബ്ജക്റ്റ് ആയിട്ട് എഴുതി. ദിസ് കാർ. വില്ല് അല്ലെങ്കിൽ ഷാലി ചേർക്കുക. വില്ല് ചേർത്തു, ബി ചേർത്തു, BUY ബൈ എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബോട്ട്, BOUGHT. അപ്പൊ എന്തോരം ആൻസർ? ദിസ് കാർ വിൽ ബി ബോട്ട് വെരി സൂൺ ബൈ സംബടി. ഓക്കെ. അടുത്തത് they will visit, VISIT, visit us, US, us after a week. They will visit us after a week, WEEK, week. They will visit, VISIT, us, US, after, AFT, year, after a week, WEEK, week. അവര് ഒരു ആഴ്ചക്ക് ശേഷം ഞങ്ങളെ സന്ദർശിക്കും. ഓക്കെ. ജിസമോൾ, അതന്നെ. They will visit us, അതന്നെ. Yes, ആൻസർ പറയൂ. They will visit us after a week. സൂര്യ, ഒബ്ജക്റ്റ് കണ്ടുപിടിച്ചാലും മിസ്റ്റേക്ക് പറ്റി. ദേ എന്നുള്ള സബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് കണ്ടുപിടിക്കും. ഒബ്ജക്റ്റ് കണ്ടുപിടിച്ചാൽ ചെറിയ മിസ്റ്റേക്ക് പറ്റും. അത് കറക്റ്റ് ചെയ്താൽ ബാക്കിയെല്ലാം ശരിയാണ്. ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരമാണ് ഒബ്ജക്റ്റ്. ഷഹാന കറക്റ്റ് ആണ്, പക്ഷെ അതിനകത്ത് ആ ഒബ്ജക്റ്റ് ഇല്ലേ, അത് കണ്ടുപിടിച്ചാൽ ഒരു മിസ്റ്റേക്ക് പറ്റും.
ഒബ്ജക്റ്റിൽ മാത്രം ചെറിയ മിസ്റ്റേക്ക് വരും. അതൊന്ന് മാറ്റി കറക്റ്റ് ഒബ്ജക്റ്റ് എഴുതി കഴിഞ്ഞാൽ ശരിയാണ്. ജോബിമോൾ ഒബ്ജക്റ്റ് ഇത് നോക്കിയേ, ദേ വിൽ വിസിറ്റ് അസ് ആഫ്റ്റർ എ വീക്ക്. അവര് ഒരാഴ്ചക്ക് ശേഷം ഞങ്ങളെ സന്ദർശിക്കും. എന്ത് സന്ദർശിക്കും? ഒരു ആൻസർ ഇല്ല. ആരെ സന്ദർശിക്കും? ഞങ്ങളെ. അതാണ് ഒബ്ജക്റ്റ്, അവേഴ്സ് അല്ല. നമ്മള് ഇതിന്റെ തുടക്കത്തില് ഷഹാന ഇതിലുണ്ട് ഐ എന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് മാറും? മീ എന്ന് മാറും. ഓക്കെ ഓക്കെ ഫെമി, ഓക്കെ 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 ഓക്കെ. യെസ് സൂര്യ, ഇപ്പൊ കറക്റ്റ് ആയി. ഐ എന്ന് വന്നു കഴിഞ്ഞാൽ മീ എന്ന് മാറും. പിന്നെ ദേ എന്ന് വന്നു കഴിഞ്ഞാൽ ദം എന്ന് മാറും. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ ഈ സംഗതിയും പറഞ്ഞിട്ടുണ്ട്. യെസ്. അപ്പൊ ഇതിന്റെ ആൻസർ പറയും. ദേ വിൽ വിസിറ്റ് അസ് ആഫ്റ്റർ എ വീക്ക്. അപ്പൊ ഇതിനകത്ത് അസ് എന്നുള്ളതാണ് എന്ത്? ഒബ്ജക്റ്റ്. അസ് എന്നുള്ളത് ഇങ്ങോട്ട് മാറ്റിയതും എന്തായിട്ട് മാറുന്നു? വി എന്ന് മാറുന്നു. വി ഷാൽ ബി, അല്ലെങ്കിൽ വി വിൽ ബി. ഓക്കെ ഓക്കെ ഓക്കെ, ഷഹാന കറക്റ്റ്. വി ഷാൽ ബി ഓർ വി വിൽ ബി, അത്രേ. ഇനി വിസിറ്റ് എന്ന് പറയുന്നതിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ വിസിറ്റഡ്, VISITED. വി വിൽ ബി വിസിറ്റഡ് ആഫ്റ്റർ എ വീക്ക്, ഒരു ആഴ്ചക്ക് ശേഷം. ബൈ ദം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇത്ര മതി. വി വിൽ ബി വിസിറ്റഡ് ആഫ്റ്റർ എ വീക്ക്. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, കുറച്ച് പേരുടെ ശരിയായി, കുറച്ച് പേരുടെ തെറ്റിപ്പോയി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരെണ്ണം കൂടി പറയാം. someone, SOME point, someone will sing, sing a song, song after a few minutes, MINUTES. ഒന്നുകൂടി പറയാം. someone will sing a song, ആരോ ഒരാൾ ഒരു പാട്ട് പാടും. ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ്, കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം. യെസ്. ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാം. someone will sing a song after a few minutes. ഒബ്ജക്റ്റ് എന്താണ്? ഓക്കെ സൂര്യ, വെരി ഗുഡ്.
ആ അതിന്റെ പാസ്റ്റ് SANG സാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പൽ SUNG എഴുതുക. ആ ഷെഫി ഓക്കെ 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 ഓക്കെ. അപ്പൊ എന്ത് വരും ആൻസർ? എ സോങ്. ഷഹാന ഓക്കെ. എ സോങ് വിൽ ബി സിംഗ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ സങ് ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് ബൈ സമ്മൺ, അല്ലെങ്കിൽ എ സോങ് വിൽ ബി സങ് ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ്. അത്രയും വരെ മതി. ഓക്കെ. അപ്പോ സമയമായി. അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ്, അപ്പൊ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് പറയാം. സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസ് നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇത് ഇതിന്റെ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ടൈപ്പുള്ള സെന്റൻസുകളൊക്കെ ഇട്ട് അത് നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് ചെയ്യാം. സോ ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ടൈം. ഓക്കെ, Thank you, sir. വെൽക്കം. താങ്ക് യു സാർ. താങ്ക് യു സാർ. പറഞ്ഞോളൂ. ഓക്കെ.